എനിക്ക് KPCCയിൽ നിന്ന് ഔദ്യോഗികമായിട്ട് അത്തരത്തിലൊരു അറിയിപ്പൊന്നും ലഭിച്ചിരുന്നില്ല. പക്ഷേ ഞാൻ ചർച്ചകളുടെ ഭാഗമായിട്ടൊക്കെ പങ്കെടുക്കുന്ന ഒരു ഗ്രൂപ്പിനകത്ത് നിന്ന് എന്നെ റിമൂവ് ചെയ്തതായിട്ട് കണ്ടു. ഞാനത് KPCCയുടെ നേതൃത്വവുമായിട്ട് കഴിഞ്ഞ കുറച്ച് ഈ വാർത്തകളൊക്കെ സജീവമായി വന്നതിന് ശേഷം അതിൻ്റെ നേതൃത്വവുമായി ബന്ധപ്പെട്ട ആളുകളുമായിട്ടൊക്കെ KPCCയുടെ നേതൃത്വത്തോട് വളരെ കൃത്യമായി തന്നെ ഞാൻ വിളിച്ചന്വേഷിക്കുകയും അപ്പോൾ അത് നേതൃത്വം പോലും അത് നേരെ അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് നേതൃത്വത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ അത് ഏത് തരത്തിലാണ് അത്തരത്തിൽ പെട്ടെന്നൊരു തീരുമാനം ഉണ്ടായത്, അത് എന്തിനു വേണ്ടിയിട്ടാണ് അത്തരത്തിലൊരു ഗ്രൂപ്പിൽ നിന്ന് റിമൂവ് ചെയ്തെന്നുള്ളൊരു കാര്യം അത് നേതൃത്വമാണ് ബോധ്യപ്പെടുത്തേണ്ടത്. എന്തായാലും ഔദ്യോഗികമായി എന്നെ ഈ പറയുന്നത് പോലെ ചർച്ചകളിൽ പങ്കെടുക്കുന്ന കാര്യത്തിലോ അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ മാധ്യമ വക്താവ് എന്നുള്ള പദവിയിൽ നിന്നോ ഒഴിവാക്കിയതായിട്ട് KPCCയിൽ നിന്ന് എനിക്കൊരു കത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും നേതാവ് വിളിച്ച് എന്നെ അറിയിക്കുകയോ ചെയ്തിട്ടില്ല. ഇതാ യാഥാർത്ഥ്യം. പക്ഷേ അല്ല, അത് എന്താണ് എന്നുള്ളത് മറുപടി പറയേണ്ടത് ആ പുറത്താക്കിയ ആളും അതോടൊപ്പം തന്നെ അതിന് നേതൃത്വം കൊടുക്കുന്ന മറ്റാളുകളുമാണ്. എന്തായാലും അതിനകത്ത് ഈ പറയുന്നത് പോലെ എന്നോട് പറഞ്ഞത് ഞാൻ പാർട്ടിയുടെ തീരുമാനം ലംഘിച്ച് ചർച്ചയ്ക്ക് പോയെന്നുള്ളതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മാധ്യമ ചർച്ചകളിലും തിരുവനന്തപുരത്ത് എല്ലാ മാധ്യമ പ്രവർത്തകർക്കും വളരെ നന്നായി എന്നെ അറിയാവുന്ന ഒരാളാണ്. ഞാൻ അങ്ങനെ അധികം ചർച്ചകളിൽ നിന്നും ഈ പാനലിനകത്തുണ്ടെങ്കിലും അധികം ചർച്ചകളിലൊന്നും അങ്ങനെ പങ്കെടുക്കുന്ന ഒരാളല്ല. കുറച്ചും കൂടെ ഗ്രൗണ്ടഡായിട്ട് ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന, നാട്ടിൽ ആളുകളുടെ ഇടയിൽ ഇറങ്ങി നിന്ന് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ്. സ്വാഭാവികമായിട്ടും നമ്മുടെ ഒരു പ്രവർത്തന ശൈലിയിൽ കൂടുതൽ ചർച്ചയിലേക്ക് ഇതുവരെ ഞാൻ അങ്ങനെ കടന്നു വന്നിട്ടുമില്ല. ഇവിടെ ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ദിവസം എനിക്കുണ്ടായ അനുഭവം അത് ചാണ്ടി ഉമ്മൻ എന്ന് പറയുന്ന ഉമ്മൻചാണ്ടി സാറിൻ്റെ മകനായിട്ടുള്ള പുതുപ്പള്ളിയുടെ MLA ആയിട്ടുള്ള ആ ഒരു നേതാവിന് അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ള ഒരു ആശങ്ക അത് മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നു പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷേ ആശങ്ക അദ്ദേഹം തുറന്നു പറഞ്ഞപ്പോൾ ഉണ്ടായിട്ടുള്ള സൈബർ അറ്റാക്കും ചില പ്രത്യേക കേന്ദ്രങ്ങളിൽ നിന്ന് വരുന്ന ഒരു സൈബർ വേട്ടയാടലും എല്ലാം കണ്ടിട്ട് അത് അദ്ദേഹത്തിൻ്റെ ആശങ്ക പരിഹരിക്കാൻ KPCCയുടെ നേതൃത്വം തയ്യാറാകണമെന്നുള്ള എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം അത് മാധ്യമങ്ങളിൽ പറയാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട്. കാരണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുന്നു, അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള പാർട്ടി തന്നെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അത് എക്കാലവും ഇതിനകത്തുള്ള എല്ലാ നേതാക്കന്മാരും അത് വളരെ കൃത്യമായി നടത്തിയിട്ടുള്ള ആളുകളുമാണ്. ഇപ്പോഴും നിങ്ങൾ എൻ്റെ മുന്നിലുള്ള മാധ്യമ പ്രവർത്തകർക്ക് വളരെ വ്യക്തമായി അറിയാവുന്നതാണ്. കാരണം എല്ലാ പ്രമുഖ നേതാക്കന്മാരും അവരുടേതായ അഭിപ്രായ ഭിന്നതയാണെങ്കിൽ ആ ഭിന്നത തുറന്ന് സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യമുള്ള പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇപ്പോഴും ഇത്തരത്തിൽ ഒരു ഒഴിവാക്കൽ നേരിട്ടപ്പോഴും ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ എന്ത് തെറ്റ് ചെയ്തു എന്നുള്ളത് എന്നെ തന്നെ ബോധ്യപ്പെടുത്താൻ കഴിയുന്നില്ല. അതാണ് എൻ്റെ പ്രശ്നം. കാരണം ഞാൻ ഈ പറയുന്നത് പോലെ ചാനലിൽ വന്നിരുന്നിട്ട് നേതാക്കന്മാരെ ആരെയും കുറ്റം പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ഈ പാർട്ടിക്കെതിരായിട്ട് ഒരിക്കലും ഒരു വാചകം ഒരു ഘട്ടത്തിൽ പോലും പറഞ്ഞിട്ടില്ല. അത് എന്നെ അടുത്തറിയാവുന്ന തിരുവനന്തപുരത്തെ മാധ്യമ പ്രവർത്തകരെല്ലാവരും ഇവിടെ തന്നെയുണ്ട്. ഞാൻ KSU വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ കടന്നു വന്ന് കേരള യൂണിവേഴ്സിറ്റിയിൽ ഇലക്ഷനിലൂടെ കേരള യൂണിവേഴ്സിറ്റിയിൽ 3 പ്രാവശ്യം സെനറ്റ് മെമ്പറായി, കേരള യൂണിവേഴ്സിറ്റിയിൽ നീണ്ട 18 വർഷത്തിന് ശേഷം കേരള യൂണിവേഴ്സിറ്റിയുടെ സിൻഡിക്കേറ്റ് മെമ്പറായി, ഇലക്ഷനിലൂടെ SFIയെ തോൽപ്പിച്ച് കടന്നു വന്ന് NSUവിൻ്റെ നാഷണൽ ഡെലിഗേറ്റായി, യൂത്ത് കോൺഗ്രസിൻ്റെ ദേശീയ ഭാരവാഹിയായി, എന്നെ സംബന്ധിച്ചിടത്തോളം KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പദവിയിലേക്ക് ഏറ്റവും അവസാനം വരെ തീരുമാനത്തിൽ നിന്നിട്ട് ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാർ ഉൾപ്പെടെയുള്ള ആളുകൾ തീരുമാനിച്ചിട്ട് അത് നഷ്ടപ്പെട്ട ആളാണ് ഞാൻ. യൂത്ത് കോൺഗ്രസിൻ്റെ തീരുമാനവും അതേപോലെ അവസാനം നിന്നിട്ട് നഷ്ടപ്പെട്ട ആളാണ്. നിയമസഭയിൽ ഇതേ പരിഗണന ഉണ്ടായിട്ട് പലതവണയും അത് ഒഴിവാക്കപ്പെട്ടിട്ടുള്ള ആളാണ് ഞാൻ. ആ ഘട്ടത്തിൽ ഒരിക്കൽ പോലും ഒരു മാധ്യമ പ്രവർത്തകൻ്റെ മുന്നിൽ വന്നിട്ടും ഒരു മോശമായ ഒരു കമൻറ്റ് പോലും പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് വളരെ വ്യക്തമായി എന്നെ അറിയാവുന്നതാണ്. ഞാൻ ഒരു ഘട്ടത്തിൽ ഈ പാർട്ടിയെ തള്ളിപ്പറയുന്ന, ഒരിക്കലും ഈ പാർട്ടിയെ തള്ളിപ്പറയാൻ കഴിയാത്ത അത്രയും മാനസികമായി ഈ പാർട്ടിയുമായി ആത്മബന്ധമുള്ള ഒരു ആളാണ് ഞാൻ. പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരു സ്കൂൾ ഓഫ് പൊളിറ്റിക്സിൽ നിന്ന് കൃത്യമായി പഠനം നടത്തിയിട്ടുള്ള അദ്ദേഹം എന്താണ് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത് അത് കൃത്യമായി നടത്തുന്ന ഒരാളാണ്. ഒരു കാര്യത്തിൽ എനിക്ക് ഉറപ്പാണ്, മരണം വരെ ആ മനുഷ്യനോടൊപ്പം നിന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അത് കൃത്യമായ നിലപാടെടുത്ത് അദ്ദേഹത്തിനോടൊപ്പം നിന്നു. ഒരു ഘട്ടത്തിൽ പോലും ഒരു വാക്കുകൊണ്ട് പോലും ആ മനുഷ്യനെ ചതിച്ചിട്ടില്ല എന്നുള്ളത് ഇപ്പോൾ തുറന്നു പറയാൻ, ഈ ഹൃദയത്തിൽ നിന്ന് പറയാൻ എനിക്ക് കഴിയും. അതുകൊണ്ട് ഞാനത് പറയുക തന്നെ ചെയ്യും. പിന്നെ അദ്ദേഹത്തിൻ്റെ മകനെ അങ്ങനെ ഒറ്റ തിരിഞ്ഞ് ആക്രമിച്ച് അങ്ങനെയൊന്നും സൈഡ് ലൈൻ ചെയ്യാനൊന്നും അതൊന്നും അനുവദിക്കില്ല. പാർട്ടിയുടെ നേതൃത്വം, ഞാനിപ്പോഴും പറയുന്നത് കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ഞങ്ങൾക്ക് പരിപൂർണമായ വിശ്വാസമുണ്ട്. കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വം ഈ ഘട്ടത്തിലും ചാണ്ടിയുമ്മൻ ഉൾപ്പെടെയുള്ള ഞങ്ങൾ ഓരോ ചെറുപ്പക്കാർക്കും ഉൾപ്പെടെയുള്ള ആശങ്കകൾ അത് കേൾക്കാൻ കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വം തയ്യാറാകുമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് ഇപ്പോഴും പ്രതീക്ഷയുണ്ട്. അത് കേൾക്കണം. ഈ ചെറുപ്പക്കാരെന്ന് പറയുമ്പോൾ അതൊരു കൂട്ടമായി മാത്രമാകരുത്.
നാട്ടിൽ പണിയെടുക്കുന്ന ജോലി ചെയ്യുന്ന സാധാരണക്കാരൻ്റെ വിഷയങ്ങളിൽ ഇടപെടുന്ന ആളുകളും ചെറുപ്പക്കാരുടെ പട്ടികയിലുണ്ട്. ഈ റീൽസിലൂടെയും ഈ പറയുന്നത് പോലെ സോഷ്യൽ മീഡിയയിൽ മാത്രം രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ശൈലി മാത്രമല്ല പൊതു രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഉള്ളത് എന്ന് എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു. നാട്ടിൽ പാർലമെന്ററി ജനാധിപത്യത്തിലേക്കും ഈ പറയുന്നത് പോലെ പാർട്ടിയുടെ വിവിധ പോസ്റ്റുകളിലേക്കും ആളുകളെ പരിഗണിക്കുമ്പോൾ വളരെ കൃത്യമായി പാർട്ടി നേതൃത്വം മനസ്സിലാക്കേണ്ടത് താഴെത്തട്ടിൽ ജോലി ചെയ്യുന്ന ആളുകളെ തിരിച്ചറിയണം. ഒരു നോമിനേറ്റഡ് പ്രോസസ്സിലൂടെയാണ് വരുന്നതെങ്കിലും ആ നോമിനേറ്റ് ചെയ്യുന്ന നേതാവ് ഉൾപ്പെടെ ചിന്തിക്കണം, ഇവൻ നാളെ ഈ പാർട്ടിയിൽ ഗുണം ചെയ്യുന്ന ആളാണോ, ഈ പാർട്ടിയിൽ താഴെത്തട്ടിൽ ജോലി ചെയ്യുന്ന ആളാണോ എന്ന് കൃത്യമായി പരിശോധിക്കണം. അത് മാത്രമാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചത്. അത് നേതൃത്വത്തിലുള്ള ഒരു വിമർശനമല്ല, ഒരു റിക്വസ്റ്റാണ്. ഞങ്ങൾക്കല്ലേ റിക്വസ്റ്റ് പറയാൻ കഴിയുള്ളൂ. കോൺഗ്രസിന് വേണ്ടി ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഈ നാട്ടിൽ KSUവിനെതിരെ KSUക്കാരനായി നിന്നുകൊണ്ട് SFIക്കെതിരെ സമരം ചെയ്ത് ABVPക്കെതിരെ സമരം ചെയ്ത് നിന്ന് അടി കൊണ്ടിട്ടുള്ള തിരുവനന്തപുരത്തെ ഈ മുതിർന്ന എത്രയോ മാധ്യമപ്രവർത്തകർ എനിക്ക് മുന്നിലുണ്ട്. ഏത് സമരത്തിലാണ് ഞങ്ങൾ ഇല്ലാതിരുന്നിട്ടുള്ളത്? ഏത് കാലഘട്ടത്തിലാണ് ഇവിടുത്തെ പാർട്ടിക്ക് വേണ്ടി ഞങ്ങൾ നിൽക്കാതിരുന്നിട്ടുള്ളത്? ഞങ്ങളുടെയൊക്കെ കേസ് ഒരു വിവരാവകാശം 10 രൂപ സ്റ്റാമ്പിട്ട് ഒരു വിവരാവകാശം കൊടുത്താൽ ഞങ്ങളുടെയൊക്കെ പേരുള്ള കേസുകളുടെ എണ്ണം അറിയാൻ കഴിയും. എന്തായാലും അതൊന്നും ഒരു ചാനലിൽ വന്ന് പറയാനും അല്ലെങ്കിൽ അതൊന്നും മറ്റേ ഈ പറയുന്ന പോലെ വേറൊരു തരത്തിലൊന്നും പബ്ലിസിറ്റി കൊടുക്കാനൊന്നും ഒരു ഘട്ടത്തിൽ പോലും നിന്നിട്ടില്ല. പല പ്രയാസങ്ങൾ ഉണ്ടായ ഘട്ടത്തിൽ ഒരു ഘട്ടത്തിൽ പോലും ഒരു തവണ പോലും മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് വിളിച്ചു പറയാനോ ഒരു രീതിയിൽ ഈ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കാനോ ഞങ്ങൾ ആരും നിന്നിട്ടില്ല. അത് വ്യക്തിപരമായി ഞാൻ എന്നെ തന്നെ ഉദാഹരണമായി സൂചിപ്പിക്കുകയാണ്. നഷ്ടങ്ങൾ ഒരുപാടുണ്ടായിട്ടുണ്ട്, നഷ്ടക്കണക്കുകൾ നോക്കാനുണ്ടെങ്കിൽ. പക്ഷേ ഈ പ്രായത്തിൽ പാർട്ടി തന്ന പല അംഗീകാരങ്ങളും കൂടെയുണ്ട്. ഇപ്പോഴും നിലവിലും മരിക്കുന്നതിന് മുമ്പേ ഉമ്മൻചാണ്ടി സാർ ആക്കിയിട്ട് പോയ KPCC മെമ്പറാണ് ഞാൻ. എലക്റ്റഡ് KPCC മെമ്പറാണ് തിരുവനന്തപുരം ജില്ലയിൽ നിന്നായിട്ടുള്ള ഏറ്റവും പ്രായം കുറഞ്ഞ KPCC മെമ്പറാണ്. അത് ഈ പാർട്ടി തന്ന അംഗീകാരമാണ്. അപ്പം അതെല്ലാം പരിപൂർണമായി വെച്ചുകൊണ്ട് പിന്നെ ചില ആളുകളോട് മാത്രമായി എടുത്തു പറയാനുള്ളത്, അങ്ങനെയൊന്നും ഈ പാർട്ടിയെ തള്ളിപ്പറഞ്ഞ് ഈ അധികാരത്തിൻ്റെ ശീതളച്ചായയിലേക്ക് വേറൊരു തലത്തിലേക്ക് പോകുമെന്ന് ആരെങ്കിലും സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് കയ്യിൽ വെച്ചിരുന്നാൽ മതി. കാരണം ഞങ്ങൾക്ക് പറയാനുള്ള അഭിപ്രായം ഞങ്ങൾ തുറന്നു പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് ആരെങ്കിലും ഏതെങ്കിലും ഘട്ടത്തിൽ അത് ആരെങ്കിലും മറ്റേ ഈ പറയുന്നത് പോലെ ഒരു രീതിയിൽ ചിന്തിച്ച് ഇത് അവനെ ഈ പറയുന്ന പോലെ ബുദ്ധിമുട്ട് പറയുന്നവരെയൊക്കെ ഈ പാർട്ടിയിൽ നിന്ന് അങ്ങ് തള്ളിക്കളയാൻ പറഞ്ഞു വിടാം എന്നൊരു തോന്നൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് കയ്യിൽ വെച്ചിരുന്നാൽ മതി. നിങ്ങൾ മാത്രമല്ല പാർട്ടി. ഈ പുറത്താക്കിയ ഗ്രൂപ്പ് ദീപ്തി മേരി വർഗീസ് സ്വന്തമായിട്ടുണ്ടാക്കിയ ഒരു ഗ്രൂപ്പാണോ അതോ KPCCയുടെ ഔദ്യോഗിക ഗ്രൂപ്പാണോ? ഞങ്ങൾ മാധ്യമ ചർച്ചകളിലൊക്കെ KPCCയുടെ ഇത്തരം ചർച്ചയ്ക്ക് പോകുന്ന കാര്യങ്ങളും അതിൻ്റെ സെമിനാറുകളും അല്ലെങ്കിൽ അത്തരം ഡിസ്കഷൻസൊക്കെ നടക്കുന്ന ഒരു ഗ്രൂപ്പ് അത് തന്നെയാണ്. അത് ഔദ്യോഗിക ഗ്രൂപ്പ് അല്ല എന്ന് പാർട്ടിയുടെ നേതൃത്വം ഇപ്പോൾ എന്നോട് പറയുന്നു. അങ്ങനെ ഔദ്യോഗിക ഗ്രൂപ്പിൽ നിന്നല്ല പുറത്താക്കിയെന്ന് പറയുന്നു. അതിൻ്റെ മറുപടി പറയേണ്ടത് പാർട്ടിയുടെ നേതൃത്വമാണ്. ഔദ്യോഗിക ഗ്രൂപ്പ് അല്ലെങ്കിൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല, നമുക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അത് അല്ല എന്നുണ്ടെങ്കിൽ അത് മറുപടി പറയേണ്ടത് പാർട്ടിയുടെ നേതൃത്വമാണ്. ഇതെല്ലാം KPCCയുടെ ജനറൽ സെക്രട്ടറിയായ ദീപ്തി മേരി വർഗീസ് ആണ് ചെയ്യുന്നത്. അവർ തന്നെയാണ് ഈ ഗ്രൂപ്പിന്റെ അടിസ്ഥാനത്തിൽ നേരത്തെ ചുമതല തീരുമാനിച്ച് എല്ലാവർക്കും ചർച്ചയിൽ പങ്കെടുക്കുന്ന ആളെ കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയും കാലം ഔദ്യോഗികമായി പ്രവർത്തിക്കാത്ത ഗ്രൂപ്പാണോ കോൺഗ്രസിന് വേണ്ടി ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടിരുന്നത്? അല്ല, അത് ഞാനല്ലല്ലോ മറുപടി പറയേണ്ടത്. വളരെ കൃത്യമായി എനിക്കും ആ സംശയം ഉണ്ടായി. അപ്പോൾ അതിന് മറുപടി പറയേണ്ടത് പാർട്ടിയുടെ നേതൃത്വമാണ്. കാരണം അത്തരത്തിലൊരു ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കുമ്പോൾ മിനിമം എന്നോട് എൻ്റെ അഭിപ്രായമെങ്കിലും ചോദിക്കാമായിരുന്നു. പിന്നെ രണ്ടാമതൊരു കാര്യം, ആ ഗ്രൂപ്പിനകത്ത് ഇത്തരം ചർച്ചകളിൽ പങ്കെടുക്കരുത് എന്ന് പറഞ്ഞ് വന്ന സമയം പോലും 8:30 മണിക്കാണ്. ഞാൻ പങ്കെടുത്ത ഒരു പ്രധാനപ്പെട്ട 2 ചാനലുകളിലെ ചർച്ചകളും ഈ പറയുന്നത് പോലെ ഒന്ന് 7 മണിക്കും ഒന്ന് 7:30ക്കുമായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാനത് അറിയുന്നത് പോലും 8:30ക്കാണ്. പിന്നെ അല്ലാത്ത പക്ഷം ഇപ്പോൾ ഞാനിപ്പോൾ അത് പങ്കെടുക്കേണ്ട എന്ന് പറഞ്ഞാലും ചാണ്ടി ഉമ്മനെ പോലെ ഒരാളിനെ, പ്രത്യേകിച്ച് ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു നേതാവിൻ്റെ മകനെ, അദ്ദേഹത്തിനെ അങ്ങനെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുമ്പോൾ അത് പങ്കെടുക്കരുതെന്ന് പറഞ്ഞാലും അതൊന്നും നോക്കിയിരിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. അത് ഞങ്ങൾ പങ്കെടുക്കും. ഞങ്ങൾ അങ്ങനെ ചാണ്ടി ഉമ്മനെ ഇത്രയും മോശമായി ചിത്രീകരിച്ചിട്ട് ചാനലിൽ പോയി അതിനെ അനുകൂലിച്ച് പറയാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും നോക്കി നിൽക്കാൻ എന്തായാലും ആത്മാർത്ഥമായി ഉമ്മൻചാണ്ടിയെ സ്നേഹിച്ച ഞങ്ങൾക്കൊന്നും കഴിയില്ല. ഈ മുതിർന്ന നേതാക്കളൊക്കെ ഇതേ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അഖിലിനെതിരെ മാത്രം ഒരു നടപടിയിലേക്ക് വരുന്നതിന്റെ കാരണം എന്തായിരിക്കും എന്നാണ് കരുതുന്നത്? അല്ല, ഞാൻ ഒരു കാര്യം പറയാം. ഈ നടപടി എന്ന് പറയുന്നത് ഇപ്പോഴും പാർട്ടിയുടെ നേതൃത്വം എന്നോട് പറയുന്നത് അങ്ങനൊരു നടപടി സ്വീകരിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. എനിക്ക് രേഖാമൂലം ഒരു നടപടി എൻ്റെ കയ്യിൽ കിട്ടിയിട്ടില്ല. ഞാനിപ്പോൾ നിങ്ങൾ മാധ്യമ സുഹൃത്തുക്കളോട് തന്നെ സംസാരിക്കാമെന്ന് പറഞ്ഞത് തന്നെ ഞാനത് എനിക്കൊരു കൃത്യമായ എക്സ്പ്ലനേഷൻ പാർട്ടി ലീഡർഷിപ്പിൽ നിന്ന് കിട്ടാത്തതുകൊണ്ട് ഞാനത് തുറന്ന് നിങ്ങളോട് സംവദിക്കാൻ വേണ്ടി മാത്രമാണ് നിങ്ങളെ കാണാമെന്ന് പറഞ്ഞത്. അപ്പോൾ അത്തരത്തിലൊരു നടപടി എടുത്തിട്ടുണ്ടെങ്കിൽ അത് എന്തുകൊണ്ട് എടുത്തു എന്ന് പറയേണ്ട ഉത്തരവാദിത്വം ഇതേ നേതൃത്വത്തിനുണ്ട്.
അത് അഖിലിന് മാത്രമാണ് അത്തരത്തിലുള്ള നടപടിയെങ്കിൽ എന്തുകൊണ്ട് അഖിലിന് മാത്രം അത്തരത്തിലുള്ളൊരു നടപടി ഉണ്ടായി, അഖിലിനെതിരെ മാത്രം അത്തരത്തിലുള്ള നടപടി ഉണ്ടായി എന്ന് പറയേണ്ട ഉത്തരവാദിത്വം കൃത്യമായി നേതൃത്വത്തിനുണ്ട്. ഈ ഒരു നടപടി മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഈ മാധ്യമവിഭാഗത്തിന്റെ ചുമതലയുള്ള ദീപ്തി മേരി വർഗീസ് ഏതെങ്കിലും സാഹചര്യത്തിൽ നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ടോ? അല്ല, ഞാൻ ഇത് കഴിഞ്ഞതിന് ശേഷം എന്തായിരുന്നു കാര്യമെന്ന് ചോദിക്കാനായിട്ട് വിളിച്ചിരുന്നു. പക്ഷേ അത് എനിക്ക് പ്രോപ്പറായിട്ടൊരു മറുപടി കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് പറയാനുള്ളത്. അഖിലിന്റെ വാക്കുകളിൽ ഒരു വൈകാരികതയുള്ളത് പാർട്ടിയിലെ ഒരു പ്രബല ഗ്രൂപ്പിന്റെ ഭാഗമായി നിന്നൊരു നേതാവിന്റെ അനുയായി നിന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ വിയോഗത്തിന് ശേഷം ഈ പാർട്ടിക്കകത്ത് വന്ന പുതിയ രാഷ്ട്രീയ സമവാക്യങ്ങളിൽ ചാണ്ടി ഉമ്മൻ ഉൾപ്പെടെ താങ്കൾ ഉൾപ്പെടെയുള്ള ഒരു വിഭാഗം ആളുകൾ നിരന്തരമായി തഴയുന്നു. മാത്രമല്ല ഈ റീൽസ് രാഷ്ട്രീയമൊക്കെ കൊണ്ടു നടക്കുന്ന ആളുകൾക്ക് വലിയ പ്രോത്സാഹനം കിട്ടുന്നു, താഴെത്തട്ട് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് കിട്ടുന്നില്ല എന്നൊക്കെയില്ലേ നിങ്ങൾ ഈ വർത്തമാനത്തിന് പുറകിൽ? അല്ല, അതിനകത്ത് ഞാൻ ഇപ്പോഴും നേതൃത്വത്തിനോട് മുന്നിലേക്ക് വയ്ക്കുന്ന ഞങ്ങളുടെ ആശങ്കയാണ്. ഞങ്ങളെന്ന് പറയുമ്പോൾ ഒരു കൂട്ടം ചെറുപ്പക്കാർ ഇതിനകത്ത് ആശങ്കയുള്ള ആളുകളുണ്ട്. അത് ഈ പ്രത്യക്ഷത്തിൽ മാധ്യമങ്ങൾ പ്രത്യക്ഷപ്പെടുന്ന 1-2 പേരുടെ ആശങ്കയല്ല. അതിനേക്കാൾ അപ്പുറത്തേക്ക് വളരെ വൈകാരികമായി ഇതിനകത്ത് നിൽക്കുന്ന താഴെത്തട്ടിൽ ബന്ധമുള്ള ജില്ലാ പഞ്ചായത്ത് മെമ്പറും പഞ്ചായത്ത് മെമ്പർമാരും ഒക്കെ ആയിട്ടുള്ള ആളുകൾ, കൗൺസിലർമാരായിട്ടുള്ള ആളുകൾ ഉൾപ്പെടെയുള്ള ഒത്തിരി ചെറുപ്പക്കാർക്ക് ഇതേ ആശങ്കയുണ്ട്. നമ്മൾ പറയുന്നത് നേതൃത്വം അത്തരം ആളുകളെ കാണാതെ പോകരുത്. ജോലി ചെയ്യുന്ന ആളുകൾ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ നാട്ടിൽ ജോലി ചെയ്യുക എന്ന് പറയുന്നത് 2 അർത്ഥമുണ്ട്. ഒന്ന്, ജനങ്ങളുമായി നിരന്തരമായി ബന്ധപ്പെട്ട് നിൽക്കുക. അതിന് രണ്ടാമത് ജനങ്ങളുടെ മുന്നിലേക്ക് ഒരു റീൽസ് ഇട്ട് അല്ലെങ്കിൽ ഒരു പോസ്റ്റ് ഇട്ട് 10,000-15,000 ലൈക്ക് മേടിക്കുക. ഇതിന് രണ്ട് വ്യത്യാസമുണ്ട്. ഈ ജനങ്ങളിലേക്ക് ഇപ്പോൾ ഈ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരു വലിയ നേതാവ് ഒരു മൊബൈൽ ആപ്പ് ഉണ്ടാക്കിയിട്ട് ഒരു ജനസമ്പർക്ക പരിപാടിക്ക് പറയും ഈ ആപ്പ് വഴി നിങ്ങൾ രജിസ്റ്റർ ചെയ്താൽ മതി എന്ന് പറഞ്ഞിരുന്നെങ്കിൽ എങ്ങനെ ഇരിക്കുമായിരുന്നു? പകരം ആ മനുഷ്യൻ എന്താ ചെയ്തത്? കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളുടെ നടുവിലേക്ക് ജനസമ്പർക്ക പരിപാടിയുമായി ചെന്ന് ജനങ്ങളുമായി നേരിട്ട് സംവദിച്ച ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ്, നമ്മളെല്ലാവരും കണ്ടതാണ്. ആ ഒരു വൈകാരിക വികാരം നിൽക്കുമ്പോൾ ഇത്തരത്തിൽ ജോലി ചെയ്യുന്ന ചെറുപ്പക്കാരെ കൂടി നേതൃത്വം തിരിച്ചറിയണം. അത്ര ആളുകൾക്ക് ആശങ്കയുണ്ടെങ്കിൽ അത് കേൾക്കണം. ചെറുപ്പക്കാരെ കേൾക്കാൻ തയ്യാറാണെന്ന് കഴിഞ്ഞ ദിവസവും നമ്മുടെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ പറഞ്ഞു. അത് കേട്ടാൽ മതി. ഞങ്ങളുടെ ആശങ്ക ഇതാണ്, ഞങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകളുടെ അഭിപ്രായം കേൾക്കണം. അല്ലാതെ ഏതെങ്കിലും തരത്തിൽ ഒരു വിഭിന്ന സ്വരം ഉണ്ടായിക്കഴിഞ്ഞാൽ അവരെല്ലാം ഈ പാർട്ടിയിൽ നിന്ന് കളയണം, പുറത്താക്കണം, അവരോടൊന്നും മര്യാദയ്ക്ക് സംസാരിക്കാനുള്ളൊരു മര്യാദ പോലും കാണിക്കാതിരിക്കുന്നതാണ് ഇതിനകത്തുള്ള ഞങ്ങളുടെ പ്രയാസം. ജോലി ചെയ്യുന്ന ആളുകളുണ്ടെന്ന് തോന്നുന്നു. ഒന്ന് ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ, 2 സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന ആളുകൾ. ഇതിനകത്ത് ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്ന ആളുകളെ തഴഞ്ഞ് സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് കയറി വരുന്ന ആളുകളെ പാർട്ടി പരിഗണിക്കുന്നു, ഗ്രൗണ്ടിൽ ഉള്ള ആളുകളെ തഴയുന്നു എന്നുള്ള അഭിപ്രായം കൂടി ഉണ്ടോ? അല്ല, ഞാൻ പറഞ്ഞതിനകത്ത് അത് വളരെ വ്യക്തമാണ്. പക്ഷേ ഒരു കാര്യം ഞാൻ പറയുന്നത്, എല്ലാ തരത്തിലുള്ള ആളുകളും വേണം. ഒരു കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്നത് വലിയൊരു കൂട്ടമാണ്. ആ കൂട്ടത്തിനകത്ത് നല്ല ഡിബേറ്റേഴ്സ് ഉണ്ടാകണം, നന്നായി പ്രസംഗിക്കുന്ന ആളുകൾ ഉണ്ടാകണം, അതിനേക്കാൾ അപ്പുറത്തേക്ക് നന്നായി എഴുതുന്ന ആളുകൾ, നന്നായി വായിക്കുന്ന ആളുകൾ. അതിനേക്കാൾ അപ്പുറം എന്താ വേണ്ടേ? ഒരു സമരം വന്നു കഴിഞ്ഞാൽ ഒരു 50-100 പേരെ കൂട്ടാൻ കപ്പാസിറ്റി ഉള്ള ആളുകൾ ഉണ്ടാവണം, വേണ്ടേ? ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ പോലീസിനോട് തർക്കിക്കാൻ അത്യാവശ്യം നിയമവും വിദ്യാഭ്യാസവും വിവരമുള്ള ആളുകൾ വേണം. പോലീസിനോട് കാര്യം പറയാൻ കഴിയുന്ന അത്രയും ധൈര്യമുള്ള ആളുകൾ വേണം. അപ്പോൾ എല്ലാം കൂടെ ചേരുന്ന ഒരു ക്രീം ലെയറാണ് കോൺഗ്രസ്. അപ്പോൾ അതിനകത്ത് ചില ആളുകൾക്കെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ ആ പ്രയാസം കേൾക്കാൻ നേതൃത്വം തയ്യാറാണ്. ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാം. ഇപ്പോൾ ഉമ്മൻചാണ്ടി സാറ് അദ്ദേഹം ജീവിച്ചിരുന്ന സമയത്തായിരുന്നു ഏതെങ്കിലും ചെറുപ്പക്കാരന് ഒരു പ്രയാസവുമായി അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നാൽ ഒരിക്കലും ആ ചെറുപ്പക്കാരൻ പാർട്ടി വിട്ടു പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാകില്ലായിരുന്നു. അത് ഞാൻ തുറന്നു പറയാം. എത്ര വലിയ മല നെഞ്ചിൽ കയറ്റി വെച്ച് വന്നാലും ഉമ്മൻചാണ്ടി സാറിൻ്റെ മുന്നിൽ പോയി ഒന്ന് വർത്തമാനം പറഞ്ഞൊരു 10 മിനിറ്റ് സാറുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ ആ മനുഷ്യൻ തിരിച്ച് ഒരു പ്രശ്നവുമില്ലാതെ ഒരു പരാതിയുമില്ലാതെ ഈ പാർട്ടിക്കെതിരെ ഒരു പരാതിയുമില്ലാതെ പോകുമെന്നുള്ളൊരു വലിയ ഒരു യാഥാർത്ഥ്യമാണ്. പാലക്കാട്ട് പ്രായം കൊണ്ട് ചെറുപ്പമാണെങ്കിലും പാർട്ടിയിലെ മുതിർന്ന നേതാക്കളൊക്കെ ആയിട്ട് വലിയ ബന്ധമുള്ള ഒരുപാട് പദവികളൊക്കെ വഹിച്ച ഒരാളാണ്. പാലക്കാട്ട് യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചത്? ചാണ്ടി ഉമ്മനോട് ഷാഫി പറമ്പിലിനും അതുപോലെ തന്നെ രാഹുൽ മാങ്കോട്ടിനുള്ള റിവെഞ്ച് തീർക്കാണ്. അല്ല, ഞാൻ അത്തരത്തിലൊന്നും പറയില്ല. പക്ഷേ ചാണ്ടി ഉമ്മൻ UDFൻ്റെ ഒരു MLA ആണ്. ചാണ്ടി ഉമ്മന് കൃത്യമായി പാർട്ടി നേതൃത്വത്തിന് ഒരു ചുമതല അത് പാലക്കാട് തന്നെ കൊടുക്കണമെന്നല്ല അദ്ദേഹം പറഞ്ഞു. അതെനിക്കൊന്നൊരു താങ്കളുടെ ഒരു ചോദ്യത്തിനൊരു മറുപടിയായി അദ്ദേഹം പറഞ്ഞാന്ന് തോന്നുന്നു. അത് ഈ പാലക്കാട് തന്നെ വേണമെന്നില്ല. ഈ പറയുന്ന ആലത്തൂരോ അല്ലെങ്കിൽ വയനാടോ എവിടെയാണെങ്കിലും ഒരു MLA എന്നുള്ള നിലയിൽ കുറേ MLA-മാർക്കും MP-മാർക്കൊക്കെ പാർട്ടി ചാർജ് കൊടുത്തതാണല്ലോ. അദ്ദേഹത്തിൻ്റെ പരിഭവം അതാണ്. ഞാൻ അദ്ദേഹത്തുമായിട്ട് സംസാരിച്ചതാണ്. അദ്ദേഹത്തിൻ്റെ പരിഭവം, അദ്ദേഹത്തിൻ്റെ ഒരു ചുമതല നൽകാൻ നേതൃത്വം തയ്യാറായിട്ടില്ല എന്നുള്ളത്. അതെന്തുകൊണ്ട് കൊടുത്തില്ല എന്നുള്ളത് അത് അദ്ദേഹത്തിനൊരു മറുപടി പറയേണ്ട ഉത്തരവാദിത്വം പാർട്ടിയുടെ നേതൃത്വത്തിനുണ്ട്. അല്ലാതെ ഈ പറയുന്നത് പോലെ ഞങ്ങൾ ആരോടും റിവെഞ്ച് വയ്ക്കുന്ന ആളുകളില്ല. ഞാൻ അദ്ദേഹം ചോദിച്ച ചോദ്യത്തിനൊരു മറുപടി പറയേണ്ടത്, ഏതെങ്കിലും തരത്തിൽ റിവെഞ്ച് വെക്കണമായിരുന്നെങ്കിൽ, ഏതെങ്കിലും തരത്തിൽ പ്രതികരിക്കണമായിരുന്നെങ്കിൽ ഇതൊക്കെ നേരത്തെ ആകാമായിരുന്നു.
ഏതൊക്കെ അവസരത്തിൽ തടയപ്പെട്ടു, ഒഴിവാക്കപ്പെട്ടു. ഇത് ഒരു സമയത്ത് പോലും ഒരു രീതിയിലും എന്നെ അറിയാവുന്ന മുതിർന്ന മാധ്യമപ്രവർത്തകർ എല്ലാവരും ഉണ്ടല്ലോ ഇവിടെ, ഒരു ഘട്ടത്തിൽ പോലും ഈ പാർട്ടിക്ക് ദോഷം വരുന്ന ഒരു വാചകം പോലും പറഞ്ഞിട്ടില്ല. അത് ഈ നിമിഷവും പറഞ്ഞിട്ടില്ല. ഞങ്ങളെ കേൾക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. അല്ല, അത് അങ്ങനെയാണെങ്കിൽ പോലും അത് ആരാണ് ആരെ ക്ലാരിഫൈ ചെയ്യേണ്ടത്? ഇതിപ്പോൾ ഇതാണ് നിങ്ങളോട് തന്ന മറുപടിയെങ്കിൽ അത് ആദ്യം ബോധ്യപ്പെടുത്തേണ്ടത് ചാണ്ടി ഉമ്മനല്ലേ. ചാണ്ടി ഉമ്മനോട് പറയണം, അത് നിങ്ങൾ 5 MLA-മാർക്ക് മാത്രമേ ഞങ്ങളിവിടെ ചാർജ് കൊടുത്തിട്ടുള്ളൂ, അതങ്ങനെയാണ്, അത് നിങ്ങൾക്ക് അത്തരത്തിലൊരു പരിഭവം വരേണ്ട കാര്യമില്ല എന്ന് നേതൃത്വം ആരെയാണ് ബോധ്യപ്പെടുത്തേണ്ടത്? അത് മാത്രമേ ഞങ്ങൾ പറയുന്നുള്ളൂ. അപ്പോൾ നേതൃത്വം ബോധ്യപ്പെടുത്തേണ്ടത് ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ആശങ്ക ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ അത് പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം നേതൃത്വത്തിനാണ്. ചാണ്ടി ഉമ്മന് കൃത്യമായ ഒരു പരിഗണന നിലവിൽ കിട്ടുന്നുണ്ട്. അത് ചാണ്ടി ഉമ്മന് പാർട്ടി പരിഗണന, ഞാൻ ഇപ്പോഴും പറയുന്നത് ചാണ്ടി ഉമ്മന് കിട്ടുന്ന പരിഗണന, അദ്ദേഹം MLA ആണ്. അദ്ദേഹം യൂത്ത് കോൺഗ്രസിൻ്റെ ഔട്ട്റീച്ചിൻ്റെ ഭാരവാഹിയായിരുന്നു. ഒരു ഘട്ടത്തിൽ അതിൽ നിന്ന് അദ്ദേഹത്തെ ഒഴിവാക്കുന്ന സാഹചര്യം ഉണ്ടായി. പക്ഷേ അതിനേക്കാൾ അപ്പുറത്തേക്ക് ഞാൻ ഇപ്പോഴും പറയുന്നത് ചാണ്ടി ഉമ്മൻ എന്ന് പറയുന്നത് ഉമ്മൻചാണ്ടിയുടെ ലെഗസി പേറുന്ന ഒരു ആളാണ്. ചാണ്ടി ഉമ്മൻ MLA ആണ്, പുതുപ്പള്ളിയുടെ MLA ആണ്. ചാണ്ടി ഉമ്മനെ കൃത്യമായി കോൺഗ്രസ് പാർട്ടി ഉപയോഗിക്കണമെന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. എന്താ സംശയം? അക്കാര്യത്തിൽ ഞങ്ങൾക്കാർക്കും ഒരു സംശയവുമില്ല. അത് കൃത്യമായി ആ ലെഗസിയും പാരമ്പര്യവും പേറാൻ കഴിയുന്നത് ചാണ്ടി ഉമ്മന് തന്നെയാണ്. അത് സംശയവും. അതൊക്കെ പൊതുസമൂഹത്തിനും ഈ പറയുന്നത് പോലെ ഉമ്മൻചാണ്ടി സാറുമായി ബന്ധപ്പെട്ട ആളുകൾ, എന്തായാലും ഞാൻ കുറച്ച് തുടക്കത്തിൽ തന്നെ ഈ വാർത്താ സമ്മേളനത്തിൻ്റെ ചർച്ചയ്ക്ക് തുറക്കം മുമ്പ് തന്നെ ഞാൻ പറഞ്ഞത്, മരണം വരെ, അവസാന നിമിഷം വരെ ആ മനുഷ്യനോടൊപ്പം നിന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും കൃത്യമായി അറിയാവുന്നതാണ്. ഈ ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ കാര്യം നേരത്തെ ഒരു കൂട്ടം ആളുകളിൽ മാത്രമായി ഈ ചെറുപ്പക്കാർ എന്ന് പറയുന്ന ഒരു വിഭാഗം ഒതുങ്ങി പോരുതെന്ന് പറഞ്ഞു. അങ്ങനെ ഏതെങ്കിലും ഒരു വിഭാഗം അല്ലെങ്കിൽ ഒരു കൂട്ടം ചെറുപ്പക്കാർ പാർട്ടിയുടെ നിയന്ത്രണം ഏറ്റെടുക്കുന്നതായിട്ട് തോന്നുന്നില്ല? അങ്ങനെയില്ല. പക്ഷേ എവിടെയൊക്കെയോ ആരൊക്കെയോ അനാവശ്യമായി തഴയപ്പെടുന്നു എന്നൊരു തോന്നൽ, അത് കൃത്യമായി ഞങ്ങൾക്ക് എല്ലാവർക്കും ആശങ്കയുണ്ട്. ഞാൻ ഇപ്പോഴും പറയുന്നു, താഴെത്തട്ടിൽ ഈ പാർട്ടിക്ക് വേണ്ടി പോസ്റ്റ് ഒട്ടിക്കുന്ന, താഴെത്തട്ടിൽ ഈ പാർട്ടിക്ക് ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ സമരത്തിനിറങ്ങുന്ന, താഴെത്തട്ടിൽ ഈ പറയുന്ന പാർട്ടിയിലെ ആളുകളെ സംഘടിപ്പിക്കുന്ന, ആളുകൾക്ക് വേണ്ടി നിൽക്കുന്ന, ജനങ്ങളുമായി ബന്ധമുള്ള അത്തരം ആളുകൾക്ക് വേണ്ടി മാത്രമാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. അത്തരം ആളുകളെ ഈ പാർട്ടി നേതൃത്വം തിരിച്ചറിയണം. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, കൃത്യമായി ഇപ്പോൾ ഒരു മൂന്നാമതൊരു മുന്നണി നമ്മുടെ സംസ്ഥാനത്ത് വളർന്നു വരുന്നുണ്ട്. ഈ പറയുന്ന പോലെ ഈ ഭരണവിരുദ്ധ വികാരം, ആ ഭരണവിരുദ്ധ വികാരം ഉണ്ടാകുകയാണെങ്കിൽ അതിനെ തടഞ്ഞു നിർത്തണമെങ്കിൽ താഴെത്തട്ടിൽ ജോലി ചെയ്യുന്ന ആളുകൾ ഈ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഉണ്ടാകണം. അത് ബൂത്ത് തുടങ്ങി അങ്ങ് KPCC വരെ ഉള്ള ആളുകളിൽ ജോലി ചെയ്യുന്ന ആളുകൾ ഈ പാർട്ടിയുടെ ഭാഗത്തുണ്ടായാൽ മാത്രമേ ഈ പറയുന്ന ഒഴുക്ക് തടഞ്ഞു നിർത്തി കോൺഗ്രസിന് അനുകൂലമാക്കി ഇനിയെങ്കിലും കോൺഗ്രസ് വിജയിച്ച് വരാൻ പറ്റുന്നൊരു സാഹചര്യത്തിൽ എത്തി നിൽക്കാൻ കഴിയൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കേൾക്കണമെന്നാണല്ലോ പ്രധാനപ്പെട്ട ആവശ്യം. കോൺഗ്രസിന്റെ ഒരു സംഘടനാ രീതിയൊക്കെ അനുസരിച്ച് അധികാര കേന്ദ്രങ്ങളിൽ നിൽക്കുന്ന 2 പേരാണ് എപ്പോഴും ഏറ്റവും പ്രധാന ശക്തികളായി നിൽക്കുന്നത്. അപ്പോൾ പ്രതിപക്ഷ നേതാവും KPC പ്രസിഡന്റായിരിക്കും. ഓരോ കാലത്ത് ആരൊക്കെയാണ് അവർ. അപ്പോൾ KPC പ്രസിഡന്റ് കേൾക്കുന്നത് രീതിയിലേക്ക് താങ്കളുടെ വാക്കുകൾ മനസ്സിലാക്കാം. പ്രതിപക്ഷ നേതാവാണോ ഈ കേൾക്കാത്തത്? അല്ലെങ്കിൽ നിങ്ങൾ യുവാക്കളുടെ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ രാഹുൽ ഷാഫിയും പറയുന്നത് മാത്രമാണോ കേൾക്കാതെ? അല്ല, ഒരിക്കലും അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ പറഞ്ഞത് നേതൃത്വം മുഴുവനായി ആശങ്കയുള്ള ആളുകളെയും അല്ലാത്ത ആളുകളെയും കേൾക്കാൻ തയ്യാറാകണമെന്നാണ്. കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ വളരെ കൃത്യമായി ശ്രദ്ധിച്ച ഒരാളാണ്. ചെറുപ്പക്കാർക്ക് അത്തരത്തിലൊരു ആശങ്കയുണ്ടെങ്കിൽ അദ്ദേഹം അത് കേൾക്കാൻ തയ്യാറാണെന്ന് അദ്ദേഹം പറഞ്ഞു മാധ്യമങ്ങൾക്ക് മുന്നിൽ. അപ്പോൾ അത് സന്തോഷമുള്ള കാര്യമാണ്. KPC പ്രസിഡന്റ് ഈ സ്റ്റേറ്റ്മെൻറ്റ് കഴിഞ്ഞപ്പോൾ ഞങ്ങളെ ഇങ്ങോട്ട് വിളിച്ച് അന്വേഷിച്ചു. അത് സന്തോഷമുള്ള കാര്യമാണ്. എന്താണ് പ്രയാസമെന്ന് ചോദിച്ചു. ഇതല്ലാതെ ഞങ്ങളൊന്നും പറയുന്നില്ലല്ലോ. ഇപ്പോൾ ഇതൊരു പാർട്ടിയിൽ ഇന്ന പോസ്റ്റ് ഇന്ന ആളിന് കൊടുക്കണമെന്ന് പറയുകയോ, അല്ലെങ്കിൽ ഇന്ന ആളിനെ വേറൊരു തരത്തിൽ പരിഗണിക്കുകയെന്ന് പറയുകയോ, അല്ലെങ്കിൽ വേറൊരാളിനെ മുഖ്യമന്ത്രിയാക്കണമെന്ന് പറയാനോ ഒന്നുമല്ലല്ലോ ഞങ്ങളിത് വിളിച്ചിരിക്കുന്നത്. ഞങ്ങളുടെ ഒരു ആശങ്ക പറയുന്നു, ഞങ്ങളുടെ ഒരു അഭിപ്രായം പറയുന്നു. ഇതിനകത്ത് തഴയപ്പെടുന്ന, ഒഴിവാക്കപ്പെടുന്ന സാധാരണക്കാരായിട്ടുള്ള ചെറുപ്പക്കാർക്ക് വേണ്ടി മാത്രമാണ് ഈ വർത്തമാനം. അത് അത്തരം ആളുകളെ തിരിച്ചറിയുന്നില്ല. നിങ്ങൾ മാധ്യമങ്ങൾ പോലും ചില സമയത്ത് കാണുന്നില്ല എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. താങ്കളെ കേൾക്കാൻ ഈ പറയുന്ന നേതൃത്വം എല്ലാം തയ്യാറായപ്പോൾ പോലും മറുവശത്ത് കൂടി ഒരു തരത്തിലുള്ള മുന്നറിയിപ്പും ഇല്ലാതെയാണ് താങ്കളെ ഗ്രൂപ്പിൽ നിന്ന് റിമൂവ് ചെയ്തത്. അതിന് ആരുടെയെങ്കിലും നിർദ്ദേശം ഉണ്ടായിട്ടുണ്ടെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? അല്ല, അത്തരം നിർദ്ദേശം ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഒരു മുന്നറിയിപ്പ് പോലും ഇല്ലാതെ ഇത്തരത്തിൽ ഒരു കാര്യം നമ്മളെ അറിയിക്കാതെ അത്തരത്തിൽ റിമൂവ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനത് മാധ്യമത്തിലൂടെയാണ് ആദ്യം അറിഞ്ഞത്. അപ്പോൾ അത് തീർച്ചയായിട്ടും അത് ഒരു പ്രയാസം ഉണ്ടാക്കി. അതിന് മറുപടി പറയേണ്ടത് അത് ഔദ്യോഗിക ഗ്രൂപ്പല്ല എന്ന് ഇപ്പോഴും പറയുന്നു. അത് അങ്ങനെയാണെങ്കിൽ അത് വ്യക്തമായി മറുപടി പറയേണ്ടത് പാർട്ടിയുടെ നേതൃത്വമാണ്. അത് നിങ്ങൾ നേതൃത്വത്തോട് തന്നെ ചോദിക്കണം.
ഏറ്റുമുട്ടലിലേക്ക് നീങ്ങുമോ? അല്ല, ഒരിക്കലും അങ്ങനെ ആരുമായി ഏറ്റുമുട്ടലിനോ അല്ലെങ്കിൽ മൽപ്പിടുത്തത്തിനോ ഒന്നും അത്തരത്തിലേക്കുള്ള ഒരു മാർഗമൊന്നും ഉപയോഗിക്കാനോ ഒന്നും ഞങ്ങൾ ആരും ഉദ്ദേശിക്കുന്നില്ല. ഞങ്ങൾ ഈ പാർട്ടി നന്നാവണം. ഈ പാർട്ടി ഒരിക്കലും, ഞാൻ എപ്പോഴും പറഞ്ഞു, ഇപ്പോൾ താങ്കൾ ഒരാളുടെ പേര് ഉന്നയിച്ചു, സരിൻ്റെ കാര്യം പറഞ്ഞു. സരിനുൾപ്പെടെ ഈ പാർട്ടിയിൽ കടന്നു വന്ന് 3-ാമത്തെ വർഷം സരിന് സീറ്റ് കിട്ടിയ ആളാണ്. ഒറ്റപ്പാലത്ത് സരിൻ മത്സരിച്ചു. ആ കണക്ക് നോക്കുകയാണെങ്കിൽ സരിൻ്റെയും എൻ്റെയൊക്കെ ഒരു ഹിസ്റ്ററി ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ ആ കണക്ക് നോക്കുകയാണെങ്കിൽ എത്ര കാലം മുമ്പേ എത്ര തീരുമാനങ്ങൾ എടുക്കേണ്ട ആളാണ്. അപ്പോൾ ഒരിക്കലും അങ്ങനെ ആരെങ്കിലും ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ പോലും ആ വാങ്ങിവെച്ച വെള്ളം അങ്ങ് മാറ്റി വെച്ചാൽ മതി എന്ന് മാത്രമേ അഭിപ്രായം പറയുള്ളൂ. കാരണം പാർട്ടിയിൽ നിന്ന് ഇല്ലാതാക്കാൻ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടോ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഇല്ലാതായി പോകുന്നതല്ലല്ലോ നമ്മുടെ ഇതിനകത്തുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്. അത്രമാത്രം അധ്വാനം. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കേരള യൂണിവേഴ്സിറ്റിയിൽ 18 വർഷത്തിന് ശേഷം ഒരു സിൻഡിക്കേറ്റ് മെമ്പറായി ജയിച്ചു. ആ സിൻഡിക്കേറ്റ് മെമ്പറായി എനിക്ക് ശേഷം പിന്നെ ഒരു KSU സിൻഡിക്കേറ്റ് മെമ്പർ ജയിച്ചിട്ടില്ല. ഇപ്പോൾ ഐ ആം ദ പാർട്ട് ഓഫ് ദ ഹിസ്റ്ററി, മനസ്സിലായില്ലേ? അപ്പോൾ ഞങ്ങളെയൊന്നും അങ്ങനെ പെട്ടെന്ന് അങ്ങ് ഇല്ലാതാക്കാൻ കഴിയില്ല. ഈ സരിനൊക്കെ ഉന്നയിച്ച ചില അസ്വസ്ഥതകളുണ്ട്, ആശങ്കകളുണ്ട്. മുൻപായിരുന്നെങ്കിൽ അതൊക്കെ പരിഹരിക്കാൻ ഉമ്മൻചാണ്ടി സാറിനെ പോലുള്ള ആളുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അത്തരത്തിൽ ആശങ്കകൾ പാർട്ടി കേൾക്കുന്നില്ല എന്നൊരു അഭിപ്രായം. അല്ല, ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യം, സരിനാണെങ്കിലും പാർട്ടി വിട്ടുപോയ ഷാനിബാണെങ്കിലും അവരെയൊക്കെ ഒന്ന് കേൾക്കാൻ, അവരുടെ ആശങ്ക ഒന്ന് കേൾക്കാൻ തയ്യാറായിരുന്നെങ്കിൽ ചിലപ്പോൾ അവരൊന്നും പോകില്ലായിരുന്നു. ആ അഭിപ്രായം എനിക്കുണ്ട്. ഉമ്മൻചാണ്ടിയുള്ള കാലത്താണെങ്കിൽ സരിൻ പാർട്ടി വിടുവായിരുന്നു. സരിനെന്നല്ല, ചിലപ്പോൾ ആരും പാർട്ടി വിടില്ല. സരിനോ ഷാനും ആരും പാർട്ടി വിടണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല.